इस अनोखा समय के लिए धन्यवाद देता हूँ। വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധി കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. परमेश्वर भला है और उसकी करुणा सदा की है। ദൈവം നല്ലവനാണ്, അവന്റെ ദയ എന്നേക്കുമുള്ളതാകും. आमीन। और एक दिन परमेश्वर ने जिंदा बचाया है ताकि हम उसके नाम की महिमा कर पाए। നാം ഒരു ദിവസം കൂടെ ജീവനോടെ ആയിരിക്കുന്നത് നാം ദൈവത്തിന്റെ നന്മകളെ ദയയെ വർണ്ണിക്കുവാനാണ്. आमीन। प्रेस्टोड इन दिनों में काफी व्यस्तता की अनुभव भी है, शरीर के तकलीफ भी है, लेकिन परमेश्वर ने अब तक सहायता किया है। ഈ ദിവസങ്ങളിൽ വളരെ തിരക്കുള്ള ദിവസങ്ങളാണ്, എന്നാൽ ശരീരത്തിന് ബലഹീനതയും ഉണ്ടെങ്കിലും ദൈവം ബലത്തോടെ നടത്തുന്നതിനായി ദൈവത്തിന് സ്തോത്രം. आमीन। मंडे सुबह हॉस्पिटल में एडमिट होना पड़ा और बुधवार को वहां से डिस्चार्ज होकर हमारे चर्च में एक अंकल आईसीयू में है, तो उन्हें मिलने के लिए और उनके लिए प्रार्थना करने के लिए जाने के लिए परमेश्वर ने सहायता किया। മൺഡേ അഡ്മിറ്റ് ആയി, ബുധനാഴ്ച ഡിസ്ചാർജ് ആയതിനു ശേഷം ഞങ്ങളുടെ ചർച്ചിലെ ഒരു അങ്കിള് ICUവിൽ താൻ സീരിയസ് ആയി വെന്റിലേറ്ററിലായിരിക്കുന്നു, തന്നെ പോയി കാണുവാനായി ദൈവം സഹായിച്ചു. और डॉक्टर ने बोला कि नहीं बचेगा, केवल 15% ही है, क्योंकि 2 बार एक मेजर अटैक आया। 14 मिनट्स CPR दिया, 3 बार शॉक दिया, फिर भी 15% तक ही उनका जान वापस आया था। തനിക്ക് വളരെ കൂടുതലായ ഒരു ശാരീരിക അവസ്ഥ വളരെയധികം മോശമാണ്. താൻ വെന്റിലേറ്ററിലായിരിക്കുന്നു. 2 പ്രാവശ്യം കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി, 15 മിനിറ്റോളം CPR കൊടുത്ത്, 3 ഷോക്ക് കൊടുത്ത്, എന്നിട്ടും തന്റെ ഹാർട്ടിന്റെ ഫംഗ്ഷൻ 15% മാത്രമേ ഉള്ളൂ. और वहां के जो आंटी है उन्होंने फोन करके बताया, पास्टर जी दौड़ कर आओ, अचानक चले गया करके कहा। ആന്റി ഫോൺ ചെയ്ത് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, പാസ്റ്ററെ പെട്ടെന്ന് വരണമേ, അച്ഛൻ പോയി എന്ന് പറഞ്ഞു. मैं सुनते ही मैं भी घबरा गया और जल्दी से सेक्रेटरी को फोन किया, बोला कि अचानक गया है, मामा का कॉल आया है। बोला, मैंने कहा कि मैं हॉस्पिटल की ओर जा रहा हूँ, आप भी वहां पर आ जाना। ഞാൻ സെക്രട്ടറിയെ വിളിച്ചു പറഞ്ഞു, അമ്മാമ്മയുടെ കോള് വന്നു, അച്ചായൻ പോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വരികയോ അച്ചായനും എത്തിക്കോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. मन ही मन में हम प्रार्थना कर रहे कि परमेश्वर और एक बार आपकी अद्भुत हाथ हम देखना चाहते हैं, परमेश्वर ने जिंदा रखना करके। തനിക്ക് ആയുസ് നീട്ടിക്കൊടുക്കുവാനും ദൈവം ഒരു അത്ഭുതം കൂടെ ചെയ്യണമേ എന്നും ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. और मैं उनको फोन कर रहा हूँ, उस आंटी को फोन कर रहा हूँ, लेकिन वे फोन नहीं उठा रहे हैं। വിളിച്ചിട്ട് താൻ ഫോണും എടുക്കുന്നില്ല. और मैं तुरंत दौड़कर उधर पहुंचा, वहां के जो ICU के इंचार्ज है उनसे पूछा कि क्या हुआ, कहाँ पर रखा है। അവിടെ ഓടി എത്തിയപ്പോൾ അവിടുത്തെ ICU ഇൻചാർജിനോട് ചോദിച്ചു, അച്ചായൻ എന്തിയെ? हालेलुया। उन्होंने कहा कि एंजियोप्लास्टी के लिए हम तैयार कर रहे हैं। താൻ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ആൻജിയോപ്ലാസ്റ്റിക്ക് കൊണ്ടുപോവുകയാണ്. आंटी ने कहा था कि चले गया, लेकिन उन्होंने कहा कि एंजियोप्लास्टी के लिए तैयार कर रहे हैं। ആന്റി പറഞ്ഞത് അച്ചായൻ മരിച്ചുപോയി എന്നാണ്, എന്നാൽ അവിടെ ചെന്നപ്പോൾ അറിയുവാനിടയായി തന്നെ ആൻജിയോപ്ലാസ്റ്റിക്ക് കൊണ്ടുപോയി. एक छोटा सा खबर लेकिन बड़ा आग जैसा फैल सकता है। ഒരു ചെറിയ വാർത്ത ഒരു തീ പോലെ പടരും. काफी जगह तक वो खबर पहुंच भी गया था, लेकिन फिर दोबारा फोन करके बताया कि अच्छा नबी भी जिंदा है, कोई प्रॉब्लम नहीं है, प्रार्थना करिएगा। അങ്ങനെ ഒരു വാർത്ത അത് പെട്ടെന്ന് പലയിടങ്ങളിലും ചെല്ലുവാനിടയായി. എന്നാൽ പിന്നീട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, അച്ചായൻ ജീവനോടെയിരിക്കുന്നു. और डॉक्टर ने कहा कि कोई उम्मीद नहीं है, 15% ही है, यदि वो 25% होता तो हमें एंजियोप्लास्टी करने के लिए थोड़ा तो हिम्मत हो जाता था। 15% മാത്രം ഹൃദയത്തിന്റെ ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ സർജറി ചെയ്യുവാൻ കഴിയുന്നില്ല. അതൊരു 26% ഉണ്ടെങ്കിൽ bypass ചെയ്യുവാൻ കഴിയും. लेकिन डॉक्टर ने कहा कि आप भी प्रार्थना करो, हम जितना कोशिश कर सकते हैं हम कोशिश करेंगे, बोलकर उन्हें एंजियोप्लास्टी के लिए उन्हें लेकर गया। ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കുക, എന്തായി തീരുമെന്ന് അറിയത്തില്ല, പക്ഷെ ഞങ്ങൾ ആൻജിയോപ്ലാസ്റ്റിക്ക് നോക്കാം. हालेलुया। और परमेश्वर की महादया है कि 1 घंटा और 7 मिनट लगा उनके एंजियोप्लास्टी के लिए। 1 മണിക്കൂറും 7 മിനിറ്റും എടുത്തു തന്റെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുവാൻ. लेकिन परमेश्वर की दया से उनका जो मेन आर्टरी है वो उसका ब्लॉक ओपन करने के लिए परमेश्वर ने सहायता किया। ദൈവത്തിന്റെ ദയ വലിയതായിരുന്നു. തന്റെ മെയിൻ ആർട്ടറി ബ്ലോക്ക് ആയിരുന്നത് ഓപ്പൺ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. क्योंकि हमारा 3 मेन आर्टरी रहता है, उसमें से 2 100% ब्लॉक और एक 80 to 90% ब्लॉक है।
തന്റെ കാര്യമെന്ന് പറയുന്നത് ഹാർട്ടിന്റെ ആർട്ടറിയിൽ 2 100% ബ്ലോക്കും മൂന്നാമത്തേത് 90% ബ്ലോക്കും. 11 साल पहले एक स्टेंट डाला था, वो भी ब्लॉक हो गया है. 11 വർഷം മുമ്പിട്ട സ്റ്റെന്റും ബ്ലോക്ക് ആയിപ്പോയി. लेकिन अभी फिलहाल एक आर्टरी उन्होंने ओपन किया है, लेकिन उस सेडेशन के इफेक्ट से कल रात तक हमने जो फोन किया तभी भी वो बाहर नहीं आया है. തനിക്ക് നല്ലതായിട്ട് ബോധം വന്നിട്ടില്ല. ഈ 3-ൽ ഒരു ആർട്ടറി ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ശരിക്കും ബോധം വന്നിട്ടില്ല എന്ന് പറയുവാനിടയായി. आप लोगों का निरंतर प्रार्थना हम मांगते हैं. നിങ്ങളെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. मैं भी जब हॉस्पिटल में एडमिट रहा, प्रिय राजू पास्टर ग्रुप में उस प्रेयर रिक्वेस्ट डाला, सभी लोग प्रार्थना कर रहे थे. काफी लोगों ने कॉल किया लेकिन फोन उठा नहीं पाया क्योंकि मेरा स्थिति उस प्रकार का था. രോഗിയായി ഹോസ്പിറ്റൽ അഡ്മിറ്റായി എന്നറിഞ്ഞപ്പോൾ തന്നെ രാജു പാസ്റ്റർ ആ പ്രാർത്ഥനാ വിഷയം ഗ്രൂപ്പിൽ ഇടുവാനിടയായി. നിങ്ങളിൽ എല്ലാവരും പ്രാർത്ഥിച്ചു, പലരും ഫോൺ ചെയ്യുവാനിടയായി, ചിലരുടെ കോളുകൾ അറ്റൻഡ് ചെയ്യുവാൻ കഴിഞ്ഞില്ല. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. आपकी प्रार्थना हमारे लिए बल है. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ശരീരത്തിന് ബലം. हालेलुया. निरंतर प्रार्थना में याद रखिएगा, भोपाल का मेडिकल फील्ड बहुत ही खतरनाक है. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. ഭോപ്പാലിലെ മെഡിക്കൽ അവസ്ഥകളൊക്കെ വളരെ മോശമാണ്. भोपाल की स्थितियों को जानते हुए मैं प्रार्थना करता था कि खुदा कभी भी हॉस्पिटल जाके एडमिट होना नहीं पड़ना है. ഇവിടുത്തെ മെഡിക്കൽ അവസ്ഥകളൊക്കെ കണ്ടറിഞ്ഞതിന് ശേഷം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ഇവിടെ ഒന്നും അഡ്മിറ്റ് ആകാൻ ഇടയാകരുതേ കർത്താവേ. लेकिन होना पड़ा, लेकिन उसका भी काफी कॉन्सिक्वेंसेस हम अनुभव कर रहे हैं. അഡ്മിറ്റ് ആയതിന്റെ വളരെയധികമായ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നു. वहां के ड्यूटी डॉक्टर ने लिख के रख दिया हाइपरटेंशन है, इसके लिए हमारा क्लेम भी रिजेक्ट हो गया. അവിടെ ഉണ്ടായിരുന്ന റെസിഡന്റ് ഡോക്ടർ ഫയലിനകത്ത് ഹിസ്റ്ററി ഓഫ് ഹൈപ്പർ ടെൻഷൻ BP ഉണ്ട് എന്ന് എഴുതിയത് നിമിത്തം ക്ലെയിം റിജക്ട് ആയിപ്പോയി. और दूसरा एक डॉक्टर ने आकर लिखा कि ये डायबिटिक है बोलकर डायबिटिक का पूरा चार्ट भी दे दिया है. ഡയറ്റീഷ്യൻ വന്നിട്ട് ഡയറ്റ് ചാർട്ടിൽ type 2 ഡയബറ്റീസ് എന്ന് എഴുതിയത് കൊണ്ട് ഡയറ്റ് മുഴുവനും മാറ്റി. और मेरा वाइफ ने देखकर पूछा कि मेरा हस्बैंड अभी तक तो डायबिटिक पेशेंट नहीं है, लेकिन आपने कैसा ये लिख दिया है. പിന്നെ കണ്ടതിന് ശേഷം അവരോട് ചോദിച്ചു, എന്റെ ഭർത്താവ് ഡയബറ്റിക് ഉള്ള ആളല്ലല്ലോ, ഇതെന്താ ഇങ്ങനെ तो എഴുതിയിരിക്കുന്നത്. उन्होंने कहा कि बाकी का काफी पेशेंट्स को देखते देखते आया था, तो मेरा सिर में वो घूम रहा था, इसके लिए मैंने अचानक से लिख दिया. താൻ പറഞ്ഞു, എല്ലാ ഡയബറ്റിക് പേഷ്യൻസിനെയും നോക്കി വന്നതുകൊണ്ട് എന്റെ ദിമാഗിൽ എന്റെ ബുദ്ധിയിൽ ഈ ഡയബറ്റീസ് എന്നുള്ള ഒരു വേർഡ് നടന്നതുകൊണ്ട് ഞാൻ അങ്ങ് അറിയാതെ എഴുതിയതാണ്. हालेलुया, प्रेज द लॉर्ड. और भी दूसरा डॉक्टर आते तो डायबिटिक का इंजेक्शन भी दे देता था. വേറെ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ അത് കണ്ടിട്ട് ഡയബറ്റീസിന്റെ ഇഞ്ചക്ഷനും കൂടെ തന്നേനെ. और पैर के एंगल में सूजन और दर्द के कारण एडमिट किया था, लेकिन जब हम डिस्चार्ज ले रहे थे तो डिस्चार्ज समरी जब मांगा तो मेरे वाइफ ने वो डिस्चार्ज समरी जब पढ़ा तो उसमें അക്യൂട്ട് അൾസർ करके लिखा हुआ है. കാലിന്റെ സ്വെല്ലിങ്ങിനും നീര് വെച്ചതിനും വേദനയ്ക്കുമൊക്കെ ആയിട്ടാണ് അഡ്മിറ്റ് ആയത്. എന്നാൽ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് അവർ തന്ന സമ്മറി വായിച്ചപ്പോൾ അതിനകത്ത് അൾസർ ഉണ്ട് എന്ന് എഴുതിയിരിക്കുന്നു. आमीन. तो मेरा वाइफ ने पूछा कि पैर के दर्द से आया था, वहां पर कहां पर अल्सर दिख रहा है. വേദനയ്ക്ക് വേണ്ടി വന്നതല്ലേ, ഇവിടെ ഇവിടെ അൾസർ ഉള്ളതെന്ന് ചോദിച്ചു. तो उन्होंने कहा कि अचानक से गलती हो गया बोलकर हमसे वो रिपोर्ट जल्दी से खींच के ले लिया और वो उसको एडिट करने के लिए लेकर गया. അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയ്യോ അറിയാതെ വന്ന തെറ്റാണെന്ന് പറഞ്ഞ് തിരിച്ചു വാങ്ങിച്ച് അത് മാറ്റി എഴുതി. हालेलुया. यदि हम वो रिपोर्ट नहीं देखता तो दूसरा कोई डॉक्टर देखते तो अल्सर का मेडिसिन भी हमारे लिए स्टार्ट कर देते थे. ഇനി ആരെങ്കിലും ഞങ്ങളത് വായിച്ചു നോക്കിയില്ല, അത് വേറൊരു ഡോക്ടർ കണ്ടിരുന്നെങ്കിൽ അത് അൾസർ ആണെന്ന് പറഞ്ഞ് അതിന് ട്രീറ്റ്മെന്റ് തന്നെ. हालेलुया. उतना खतरनाक है यहाँ का मेडिकल साइंस. അതുപോലെ മോശമാണ് ഇവിടുത്തെ മെഡിക്കൽ സയൻസ്. और ये एक छोटा मोटा हॉस्पिटल नहीं, यहाँ का सबसे रेप्यूटेड सबसे बढ़िया. लोग बोलते हैं कि बंसल हॉस्पिटल जाएगा तो स्वर्ग से भी बड़ा है करके कहते हैं. उतना बड़ा हॉस्पिटल का कहानी मैं अभी बताया है. ഇവിടുത്തെ ഏറ്റവും നല്ല ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഈ ഹോസ്പിറ്റലിൽ പോയാൽ എല്ലാവർക്കും സുഖമാകുമെന്ന് പറയുന്ന ഒരിടത്തെ കാര്യമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. हालेलुया. यदि वहां का कहानी ऐसा है तो भोपाल के बाकी के हॉस्पिटलों का कहानी
क्या हो सकता है, आप थोड़ा सा इमेजिन कर सकते हैं। ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന വിശ്വസിക്കുന്ന ഹോസ്പിറ്റലിന്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റുള്ളതിൻ്റെത് നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. मेरा वाइफ नर्सिंग स्टूडेंट्स को पढ़ाते हैं और वे जब पढ़ाने के लिए गए तो स्टूडेंट्स जाके कंप्लेन किया कि मैडम इंग्लिश में पढ़ा रहे हैं, इसके लिए हमको कुछ भी समझ में नहीं आ रहा है. ഇവിടെ നഴ്സിംഗ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് മനസ്സിലാകുന്നില്ല. और मैं प्रिंसिपल ने कहा कि मैडम आप थोड़ा हिंदी में पढ़ा लो. പ്രിൻസിപ്പൽ പറഞ്ഞെന്നാൽ നിങ്ങൾ ഹിന്ദിയിൽ പഠിപ്പിക്കുക. उन्होंने जाके हिंदी में क्लास लेने के लिए शुरू किया. ഞാൻ പോയി ഹിന്ദിയിൽ പഠിപ്പിക്കാൻ തുടങ്ങി. दोबारा उस स्टूडेंट ने जाके कंप्लेन किया कि ये स्टैंडर्ड ज्यादा वाला हिंदी है, हमको लोकल वाला हिंदी चाहिए. ആ ഹിന്ദിയിൽ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പിള്ളേരെ കംപ്ലൈന്റ് ചെയ്തു, ഇത്രയും ഇങ്ങനെയുള്ള ഒരു ഹിന്ദി ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ല, അല്പം കൂടെ ലോക്കൽ ഹിന്ദി വേണം. हालेलुया, प्रेज द लॉर्ड. मैं सोच रहा था कि वो लोकल हिंदी कौन सा मेडिसिन के पीछे नाम लिख कर देता है. प्रेज द लॉर्ड, इंग्लिश में लिखा हुआ मेडिसिन इन लोग कैसा पढ़कर कौन सा मरीज को देने वाला है, कोई अता पता नहीं है. ആ ഹിന്ദിയിൽ വായിച്ച് പഠിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് മരുന്നിന്റെ പേര് വായിക്കുന്നതെന്ന് വളരെയധികമായി ഞങ്ങൾ ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ഒറ്റ മരുന്നിന്റെ കമ്പനികളും ഹിന്ദിയിൽ പേരെഴുതി നമ്മൾക്ക് തരത്തില്ല. हालेलुया, ऐसा एक स्थिति होकर जा रहा है और ऐसे लोगों के हाथ में जाकर गिरना, हालेलुया, नरक में जाके गिरने से भी बड़ा अनर्थ है. ഇത് വലിയൊരു അപകടകരമായ കാര്യമാണ്. ഇങ്ങനെ യാതൊരു കാര്യങ്ങളും അറിയാതെ പഠിക്കാതെ ഇരിക്കുന്ന ആളുകളുടെ നടുവിൽ പോയി വീഴുക എന്ന് പറയുന്നത് പ്രയാസമാണ്. हालेलुया, ये हमारा छोटा सा एक अनुभव है. बांटना नहीं चाहता था, लेकिन अचानक से वो एक स्थिति आ गया, इसके लिए बांटना पड़ गया है. ഇത് ഞങ്ങളുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു അനുഭവമാണ്. പറയണം എന്ന് വിചാരിച്ചതല്ല, എങ്കിലും അങ്ങ് പറഞ്ഞു പോയതാണ്. हालेलुया, परमेश्वर के वचन की ओर हमारे ध्यान हम लेकर आएंगे. കർത്താവിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. एक प्रार्थना विषय और कहकर वचन की ओर हम बढ़ेंगे. ഒരു പ്രാർത്ഥനാ വിഷയം കൂടെ നിങ്ങളോട് പറഞ്ഞിട്ട് വചനത്തിലേക്ക് പ്രവേശിക്കാം. यदि परमेश्वर का योजना है तो दिसंबर 1 और 2 तारीख को यहाँ पर एक पास्टर सेमिनार आयोजन करने के लिए हम आग्रह कर रहे हैं. ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ ഈ ഡിസംബർ 1-2 ദിവസങ്ങളിൽ ഇവിടെ ഒരു പാസ്റ്റർ സെമിനാർ അറേഞ്ച് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. उसके लिए जो जगह है, क्योंकि करीबन 45 पास्टर्स अलग अलग जगह से, मध्य प्रदेश, छत्तीसगढ़ और राजस्थान, इस तीनों स्टेट से आना है. उनको रहने का बंदोबस्त करना है, सभी इंतजाम करना है. इसके लिए इन दिनों में हम भागदौड़ में है. प्रार्थना करें एक अच्छा एक उचित जगह हमें मिले ताकि हम मिलकर परमेश्वर के नाम की महिमा कर पाए. ആ വിഷയത്തിന് വേണ്ടി നല്ലൊരു സ്ഥലം ആവശ്യമാണ്. ഏകദേശം 45ഓളം പാസ്റ്റേഴ്സ് വരാനുണ്ട്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ദേവദാസന്മാർ കടന്നു വരും. അവരെ താമസിപ്പിക്കണം, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. അതിന് ഭാഗമായി നല്ലൊരു താമസ സ്ഥലം അത് ഫൈനൽ ആകണം. അതിനുവേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഈ ദിവസങ്ങളൊക്കെ ആയിരിക്കുന്നത്. നിങ്ങൾ കൃപയാൽ പ്രാർത്ഥിക്കണം. कल भी पूरा दिन उसके लिए भागदौड़ में था और अभी ये मीटिंग के बाद तुरंत जाना है. एक अलग जगह के और एक अच्छा एक जगह मिलना जरूरी है, क्योंकि यहाँ पर बहुत सारे मुश्किलों का भी सामना करना पड़ता है. इसके लिए एक सेफ जगह मिलना बहुत जरूरी है. ഇന്നലെയും അതിനുവേണ്ടി മുഴുവൻ ദിവസവും പലയിടങ്ങളിൽ പോകുവാനും ഓടുവാനും ഇടയായി. ഇന്നും ഈ മീറ്റിംഗിന് ശേഷം വീണ്ടും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകണം. ആമേൻ. ഇവിടെ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ഉള്ളത് കൊണ്ട് നല്ല സുരക്ഷിതമായ ഒരു സ്ഥലം ലഭിക്കേണ്ടതും ആവശ്യമാണ്. परमेश्वर उसके लिए अद्भुत रास्ता खोलने के लिए आप लोगों का प्रार्थनाओं को मांगते हैं. ദൈവം അതിന് അത്ഭുത വഴികളെ തുറക്കേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. जल्दी से हमारे ध्यान परमेश्वर के वचन की ओर हम लेकर आएंगे. നമ്മുടെ ശ്രദ്ധയെ വചനത്തിലേക്ക് കൊണ്ടുവരാം. इब्रानियों की पत्री उसके 3 अध्याय उसके 7वें आयत की ओर हमारे ध्यान हम लेकर आएंगे. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവരെപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എന്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. അവർ वहां पर 15वीं आयत भी हम देखेंगे. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്.
എന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? और 4 अध्याय के पहले आयत भी हम देखेंगे। അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. हालेलुया। यहाँ पर परमेश्वर की आत्मा हमें स्मरण दिलाते हैं कि जब हम परमेश्वर की आवाज को सुनते हैं, काफी बार हम सुने हुए आवाज को भी हम नेग्लेक्ट कर देते हैं। ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും ദൈവശബ്ദം കേട്ടിട്ടും കേൾക്കാത്തവരെ പോലെ നമ്മൾ ആയി പോകാറുണ്ട്. I mean, ऐसा नहीं कि हम परमेश्वर की आवाज नहीं सुन रहा है। ദൈവശബ്ദം കേൾക്കുന്നില്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയത്തില്ല. परमेश्वर की आवाज सुनते तो है, लेकिन काफी बार हम उसे इनकार कर देते हैं। We neglect the word of God. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ശബ്ദം നമ്മൾ നിരന്തരം കേൾക്കുന്നവരാണ്, പക്ഷെ പലപ്പോഴും അതിനെ തുച്ഛീകരിക്കുകയാണ്. हालेलुया। एक बार प्रेस लॉर्ड प्रेस लॉर्ड पास्टर जब घर में आया तो माँ उस पास्टर से कहता है कि पास्टर मेरे बेटे के लिए प्रार्थना करो। ഒരിക്കൽ ഒരു ദൈവദാസൻ ഒരു ഭവന സന്ദർശനത്തിന് വന്നപ്പോൾ ഭവനത്തിലെ മാതാവ് ദേവദാസനോട് പറഞ്ഞു, എന്റെ മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. पास्टर ने पूछा क्या विषय है, क्यों प्रार्थना करना है? എന്താണ് കാര്യം, എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു. प्रेस लॉर्ड तभी ये माँ ने कहा कि मेरा बेटा सुन नहीं पा रहा है, उन्हें सुनने के लिए आप उनके लिए प्रार्थना करो। അവന് കേൾവിയില്ല, കേൾക്കുവാൻ കഴിയത്തില്ല, അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. तभी बेटा ने वहां से चिल्लाकर कहा कि पास्टर मैं सब सुन तो पा रहा हूँ, लेकिन मैं मानना नहीं चाहता हूँ। എന്നാൽ അകത്ത് നിന്ന് ആ മകൻ ഉറക്ക വിളിച്ചു പറഞ്ഞു, പാസ്റ്റങ്ങളെ ഞാൻ കേൾക്കാഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് കേൾക്കാം, പക്ഷെ എനിക്ക് അനുസരിക്കാൻ പറ്റത്തില്ല. हालेलुया। हम सुनते तो है, लेकिन काफी बार हम मानने के लिए तैयार नहीं होते। നമ്മൾ എല്ലാവരും കേൾക്കുന്നവരാണ്, പക്ഷേ പലപ്പോഴും അത് അനുസരിക്കുവാൻ, അംഗീകരിപ്പാൻ കഴിയുന്നില്ല. हमारे भी काफी बार के प्रार्थना विषय यही रहता है कि हम इतना प्रचार करते हैं, लेकिन क्यों लोग नहीं सुनते हैं? പലപ്പോഴും പ്രാർത്ഥനകളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ ഇത്രത്തോളം വചനം പ്രസംഗിച്ചിട്ടും ആളുകൾ എന്താ ഇത് അനുസരിക്കാതെ? हालेलुया। लोग सुनते तो है, लेकिन काफी बार उससे इनकार कर देते, छोड़ देते हैं। उसका इंपॉर्टेंस, परमेश्वर क्या कहना चाहते हैं, वे काफी बार स्वीकार कर नहीं पाते हैं। ദൈവത്തിന്റെ വചനം നിരന്തരമായി ദൈവജനം കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്, പക്ഷെ അത് അനുസരിക്കുന്നില്ല. हालेलुया। परमेश्वर हमसे भी यही कहते हैं कि परमेश्वर की आलोचना हमारे और भी पहुंचते हैं, लेकिन काफी बार हम प्रचार करने में व्यस्त हो जाते हैं, लेकिन काफी बार हम सुनने में कमजोर रह जाते हैं। പ്രസംഗിക്കുന്നവരോടും ദൈവത്തിന്റെ ആത്മാവ് ഇത് തന്നെയാണ് ചോദിക്കുന്നത്. നമ്മൾ പ്രസംഗത്തിൽ പലപ്പോഴും തിരക്കുള്ളവരായി മാറിക്കൊണ്ടിരിക്കുകയാ, എന്നാൽ പ്രസംഗിക്കുന്ന വിഷയങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, അനുസരിക്കുവാൻ പലപ്പോഴും കഴിയുന്നില്ല. काफी बार मैं जब वचनों को पढ़ता हूँ, मैं सोचता हूँ कि क्या सच में मैं उस बातों को हालेलुया उसके अनुसार क्या मैं चल पा रहा हूँ या नहीं? काफी बार मैं एनालाइज करके देखता हूँ। ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ അത് എന്റെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ ചെയ്യുന്നവനാണോ എന്ന് ശോധന ചെയ്യാറുണ്ട്. लेकिन काफी बार पास्टर्स होने के कारण मजबूर हो जाते हैं, हम प्रचार ढूंढने के लिए ज्यादा से ज्यादा वचन पढ़ने के लिए हम कोशिश करना पड़ जाता है। എന്നാൽ പലപ്പോഴും ദേവദാസൻ എന്ന നിലയിൽ പ്രസംഗത്തെ അധികമായി ശ്രദ്ധിച്ചിട്ട് പ്രസംഗിക്കേണ്ടതിന് വേണ്ടി വചനം വായിക്കുന്ന ഒരു അനുഭവമായി പലപ്പോഴും മാറിപ്പോകാറുണ്ടോ? आप लोग के बारे में शायद ऐसा नहीं होगा, लेकिन काफी बार हम ऐसे सदियों से जाना पड़ता है। ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല, എന്നാൽ പലപ്പോഴും അങ്ങനെ ഒരു അനുഭവമായി പോകാറുണ്ട്. To share the word of God, हम उस वचनों को पढ़ने के लिए कोशिश करते हैं, മറ്റുള്ളവരോട് വചനം പങ്കുവെക്കേണ്ടത് കൊണ്ട് വചനം വായിക്കുന്നവരായി മാറുന്നു. लेकिन ऐसा नहीं होना चाहिए, बल्कि पढ़ने वाला वचन पहले हमारे अंदर प्रभाव लाकर हम दूसरों की और उसको बांटना बहुत जरूरी है। എന്നാൽ അങ്ങനെയായി നമ്മൾ മാറരുത്. നമ്മൾ വായിക്കുന്ന വചനം ആദ്യമേ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം, എന്നിട്ടേ മറ്റുള്ളവരിലേക്ക് നമ്മൾ അത് എത്തിക്കാം. इसके लिए यहाँ पर हमने पहले आयत जिस प्रकार हमने पढ़ा, उस 7वें आयत, 3 अध्याय के 7वें आयत, टुडे इफ यू हियर हिज वॉइस, आज यदि हम उसकी आवाज को सुने करके वहां पर कहा जाता है. അവിടെ നമ്മൾ വായിച്ച വചനഭാഗത്ത് 3-ാം അധ്യായത്തിന്റെ 8-ൽ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. वहां पर उस हेब्रानी के उस झुंड जो लोग हैं, हालेलुया, वे सुनने वाले तो है, लेकिन काफी बार उसके अनुसार चलने वाले नहीं रहा है. അവിടുത്തെ എബ്രായ സഭയിലെ വിശ്വാസികൾ എന്ന് പറയുന്നത് അവർ വചനം കേൾക്കുന്നവരാണ്, പക്ഷെ പലപ്പോഴും അപ്രകാരം ചെയ്യുന്നവരാണ്
കേൾക്കുന്നവരല്ലായിരുന്നു. हालेलुया। इसके लिए इब्रानियों को लिखने वाले उस आमीन हालेलुया आमीन राइटर कहता है कि आप केवल सुनने वाले ना बने बल्कि सुनने के अनुसार जिंदगी को व्यक्त करने वाले बनना है। അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് ആ സഭയോട് പറയുന്നത്, നിങ്ങൾ കേവലം കേൾക്കുന്നവരാകരുത്, നിങ്ങൾ അനുസരിക്കുന്നവരായി മാറണം. I mean उसी अध्याय में तीसरे और चौथे अध्याय में 3 बार पवित्र आत्मा कहता है कि आज तुम जो आवाज सुनते हैं उस सुनते हुए तुम्हारे हृदय कठिन ना होने पाए. ഈ 3-4 അധ്യായങ്ങളിൽ നമ്മൾ വീണ്ടും വീണ്ടും ഏകദേശം 3 പ്രാവശ്യമായി പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും സഭയോട് പറയുകയാണ്, നിങ്ങൾ അവന്റെ ശബ്ദം കേട്ട് നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. तीसरे अध्याय के 7वें आयत में कहता है, तीसरे अध्याय के 15वें आयत में कहता है और 4 अध्याय के 7वें आयत में कहता है कि आज सुनने वाले उस शब्द तुम्हारे हृदय को कठोर ना बनाने पाए. ആ 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലും 15-ാം വാക്യത്തിലും 4-ന്റെ 7-ാമത്തെ വാക്യത്തിലും പിന്നെയും പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങൾ അവന്റെ ശബ്ദം കേട്ട് നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. हालेलुया। आमीन। परमेश्वर के लोग हालेलुया, आज होने वाला परसिक्यूशन बहुत बड़ा डेंजर नहीं है. ഇന്ന് നാം കാണുന്ന ഈ പീഡനമൊന്നും വലിയ അപകടമല്ല. हमने प्रार्थना किया लेकिन उसका जवाब नहीं मिला, वो हमारे लिए बड़ा डेंजर नहीं है. നാം പ്രാർത്ഥിച്ചിട്ട് നമുക്കൊരു വിഷയത്തിന് മറുപടി കിട്ടിയില്ല എന്നുള്ളത് വലിയ കാര്യമല്ല. शत्रु ने आकर हमें अटैक किया, वो हमारे लिए बड़ा डेंजर नहीं है. ഒരു വലിയ ശത്രുവിന്റെ കൂട്ടം നമ്മളെ ആക്രമിച്ചതും നമുക്ക് വലിയ വിഷയമല്ല. बड़े झुंड बनकर आकर भी हमारे आक्रमण करे, वो भी हमारे लिए खतरनाक अवस्था नहीं है. ഒരു വലിയ കൂട്ടമായി വന്ന് നമ്മെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞാലും അതൊന്നും വലിയ വിഷയമല്ല. हम बीमार पड़े आमीन और उसका कोई चंगाई नहीं मिला, वो भी हमारे लिए खतरा नहीं है. ഒരു രോഗം പിടിച്ച് അതിന് സൗഖ്യം ലഭിച്ചില്ല എന്നിരിക്കട്ടെ, അതും വലിയ വിഷയമായി എടുക്കരുത്. लेकिन सुना हुआ वचन जब हम इग्नोर करते हैं, हमारे हृदय जब कठिन होता है, उससे भी बड़ा डेंजर और कुछ भी नहीं है. എന്നാൽ നാം വചനം കേട്ടിട്ട് കേട്ട വചനം ആമേൻ ഹല്ലേലൂയ പ്രയോജനമാകാതെ ഹൃദയം കഠിനപ്പെട്ടാൽ അതിൽ പരം വലിയ ആപത്തെന്ന് പറയുവാൻ മറ്റൊന്നുമില്ല. आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? समझ में आ रहा है? हालेलुया, प्रेज द लॉर्ड। परमेश्वर कहता है और वो वचन, उसकी आवाज हम जब इनकार कर देते हैं, उससे भी बड़ा खतरा हमारे जिंदगी में और कुछ भी नहीं है. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മളിലേക്ക് എത്തിച്ചേരുമ്പോൾ അതിനെ ആമേൻ അതിനെ അംഗീകരിക്കാതെ നമ്മുടെ ഹൃദയം കഠിനപ്പെടുത്തി നാം ജീവിക്കുന്നതിൽ പരം അപകടം മറ്റൊന്നുമില്ല. हमने एक बार इनकार कर दिया, दूसरे बार हमने इनकार कर दिया और हमारा हृदय फिर उसके लिए तैयार हो जाते हैं. परमेश्वर कहने वाले बातें हमारे हृदय तक भी नहीं पहुंचता है, बल्कि वो रिजेक्ट करना शुरू कर देता है. ഒന്ന് നാം കേട്ടു അനുസരിച്ചില്ല, രണ്ടാമത് കേട്ടു അതും അനുസരിച്ചില്ല, പിന്നെ അതങ്ങ് ശീലമായി ഹൃദയം കഠിനമായി പിന്നീട് ദൈവശബ്ദം കേൾപ്പാൻ കഴിയാത്ത അനുഭവത്തിലേക്ക് പോവുക. कुछ लोगों को जब मेडिसिन देते हैं, वो अपना शरीर में एक्ट करने के बदले रिएक्ट करना शुरू करता है. ചില ആളുകൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ അതിന്റെ ഫലം ചെയ്യാതെ അതിന്റെ ആമേൻ പ്രതികരിക്കും, അത് ശരീരം അതിനെ തിരസ്കരിക്കും. पिछले दिन हमारे चर्च का दूसरा एक अंकल, उनका दूसरा आमीन 2 हफ्ते पहले उनका एंजियोप्लास्टी हुआ और हम जब मिलने के लिए गया तब पता चला कि उनका पूरा हाथ पूरा सूजन हुआ है और पूरा लाल आमीन डार्क रेड हुआ है. 2 ആഴ്ചകൾക്ക് മുമ്പ് മറ്റൊരു അങ്കിളുടെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ഞങ്ങൾ കാണുവാൻ ചെന്നപ്പോഴാണ് തനിക്ക് അലർജി ഉണ്ടായി തന്റെ കൈയെല്ലാം നീര് വെച്ച് ചുമന്ന് കിടക്കുന്നതായി കണ്ടത്. डॉक्टर ने जब शुरू किया था तब थोड़ा सा स्पॉट था, लेकिन हम जब मिलने के लिए गए तब पूरा हाथ वो फैला हुआ था. ആദ്യമേ അത് റിയാക്ട് ചെയ്തപ്പോൾ ചെറിയ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളായിരുന്നു, എന്നാൽ ഞങ്ങൾ കാണാൻ ചെന്നപ്പോഴത്തേനും ഒരു കൈ മുഴുവനും അതിന്റെ അഫക്റ്റ് ആയി. सोचकर देखिए, एक छोटा सा मेडिसिन बहुत बड़ा रिएक्शन कर सकता है. ഒരു ചെറിയ മരുന്ന് ശരീരത്തെ മുഴുവനും ബാധിക്കുവാൻ സാധ്യതയുണ്ട്. हालेलुया। यदि ऐसा है तो हम सुनने वाला वचन सही प्रकार हम स्वीकार ना करें, वो एक्ट के बदले रिएक्ट करना शुरू हो सकता നമ്മൾ है. കേൾക്കുന്ന വചനത്തോട് നമ്മൾ പ്രതികരിച്ച് അനുസരിക്കുന്നില്ല എങ്കിൽ അത് നല്ലതിന് പകരം നമ്മൾ
നമ്മുടെ ജീവിതത്തിൽ അത് തിന്മയായി ഭവിക്കുമെന്ന് അറിയുക. हमें शैतान पूरा कोशिश करता है ताकि हमारे हृदय के अंदर परमेश्वर के वचन प्रवेश ना करे. പിശാച് ഏറ്റവും അധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് വചനം കയറാതിരിക്കുവാനാണ്. और हमारे कानों को बंद कर देता है ताकि हमारे कान से भी आवाज अंदर ना जाए. നമ്മുടെ കാതുകളെ പിശാച് അടച്ചു കളയും, നമ്മുടെ ഉള്ളിൽ വചനം കയറാതിരിക്കും. हमारे प्राण को वो सुखा देता है ताकि हम कमजोर रहते रहे. നമ്മുടെ പ്രാണനെ അവൻ ക്ഷയിപ്പിക്കും, നമ്മൾ ക്ഷീണിതരായി മാറും. हालेलुया, प्रेज़ लॉर्ड. इस्राएल क्यों पराजित हो रहा है? हालेलुया. उनके बीच में परमेश्वर ने अद्भुत कार्य नहीं किया, इसके लिए नहीं, बल्कि परमेश्वर की आवाज वे जब सुनने के लिए तैयार नहीं था, वहां पर उनका पराजय शुरू हो रहा है. ഇസ്രായേലിനെ പരാജയം സംഭവിച്ചത് ദൈവം അവർക്ക് വിജയം കൊടുക്കാഞ്ഞത് കൊണ്ടൊന്നുമല്ല, ദൈവം പറഞ്ഞ വചനത്തിൽ അവർ നിലനിൽക്കാതിരുന്നപ്പോൾ അവർ തനിയെ പരാജയപ്പെട്ടു. परमेश्वर ने इतने अद्भुत कार्य उनके जिंदगी में किया, लेकिन फिर भी उनका हृदय कठोर होते गया है. ഇത്രമാത്രം അത്ഭുതങ്ങൾ അവർ കണ്ടിട്ടും അവർ രാമൻ ഹൃദയത്തെ കഠിനപ്പെടുത്തി. हालेलुया. हम जो वचनों को सुनते हैं थोड़ा सा विश्वास लगता है, लेकिन वो वचन जैसे खत्म होता है, हम फिर कभी भी वो वचन हमें तैयार करने के लिए अनुमति नहीं देता है. നമ്മൾ കേൾക്കുമ്പോൾ വചനം അല്പമായി വിശ്വാസമൊക്കെ നമുക്ക് വരുന്നു, എന്നാൽ കേട്ട് അല്പം കഴിയുമ്പോൾ പിന്നെ ആ വചനം നമ്മിൽ ക്രിയ ചെയ്യുവാൻ നമ്മൾ സമയം കണ്ടെത്താറില്ല. हालेलुया. परमेश्वर ने इस्राएल से बातें किया. हालेलुया. मूसा के द्वारा परमेश्वर ने बातें किया करके वचनों में पढ़ते हैं. ദൈവം ഇസ്രായേൽ ജനത്തോട് മോശ മുഖാന്തരം സംസാരിച്ചു എന്ന് നമ്മൾ കാണുന്നു. आमीन. अनेक अद्भुत कार्यों के द्वारा आमीन प्रेज़ लॉर्ड परमेश्वर ने उनसे बातें किया करके बुक ऑफ एक्सोडस चैप्टर 7 से लेकर 14 में परमेश्वर ने बहुत सारे मिरेकल्स उनकी जिंदगी में किया करके हम पढ़ते हैं. ഇസ്രായേലിന്റെ ജീവിതത്തിൽ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും പുറപ്പാട് പുസ്തകം 7 തൊട്ട് 14 വരെ നമ്മൾ വായിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. बुक ऑफ एक्सोडस चैप्टर 20 में 20वें अध्याय में परमेश्वर ने लॉ दिया, परमेश्वर के हालेलुया उस नियमों को दिया ताकि परमेश्वर के वचनों के अनुसार परमेश्वर के रास्ता में वे चले. 20ാമത്തെ അധ്യായം വരുമ്പോൾ മോശ മുഖാന്തരം അവർക്ക് ന്യായപ്രമാണം എഴുതി കൊടുക്കുവാനിടയായി ദൈവത്തിന്റെ വഴിയിൽ അവർ നടക്കേണ്ടതിന് और വേണ്ടി. निर्गमन की किताब उसके 13वें अध्याय 21वें आयत में हम पढ़ते हैं, थ्रू द पिलर ऑफ फायर एंड क्लाउड, उस अग्नि का उस बादल और आग के बादल के द्वारा परमेश्वर ने उन्हें चलाया. उतने आश्चर्य कार्य देखने के बावजूद भी उनका हृदय कठोर होते गया. നമ്മൾ പുറപ്പാട് പുസ്തകം 13:21 നമ്മൾ വായിക്കുന്നുണ്ട്, അവരെ മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും വളരെ സുരക്ഷിതമായി അതിന്റെ അടിയിൽ അവരെ നടത്തുവാനിടയായി അവർ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിനാൽ. इतने आश्चर्य कार्य परमेश्वर उनके जिंदगी में करने के बावजूद भी उनका हृदय कठोर होते जा रहा है. എല്ലാം കാര്യങ്ങൾ ദൈവം അവർക്ക് ചെയ്തു കൊടുത്തിട്ടും അവരുടെ ഹൃദയത്തെ അവർ കഠിനപ്പെടുത്തി. क्या परमेश्वर ने हमारे जिंदगी में अद्भुत कार्य नहीं किया है? നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടില്ലേ? हमारी जिंदगी का एक एक दिन मरकल है. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അത്ഭുതമാണ്. सच में मैं हर एक दिन परमेश्वर कहता हूँ कि आज आपने किया वो अद्भुत बातों के लिए धन्यवाद मैं कहता हूँ. ദിനം പ്രതി കർത്താവിന് നന്ദി പറയാറുണ്ട്. ദൈവമേ ഇന്ന് ചെയ്ത അത്ഭുതങ്ങൾക്കെല്ലാം കർത്താവിന് നന്ദി. क्योंकि मेरे बुद्धि के अनुसार और मेरे सोच के अनुसार कभी भी उस बातों के ऊपर मैं जय नहीं प्राप्त कर सकता था. നാം നേരിടുന്ന പല വിഷയങ്ങൾക്കും നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾക്ക് ജയിപ്പാൻ കഴിയാത്തതായിരുന്നു. परमेश्वर ठीक समय पर उतर कर आते हुए हमारे लिए रास्ता समझा कर दिया. इसके लिए आज भी हम सही सलामत चल रहे हैं. സാഹചര്യങ്ങളിലെല്ലാം കർത്താവ് ഇറങ്ങി വന്ന് വഴി ഇതാകുന്നെന്ന് ബുദ്ധി ഉപദേശിച്ച് തന്നതുകൊണ്ട് മാത്രമാണ് നാം പലതിലും നിലനിൽപ്പാനിടയായി. नया नियम में जब हम देखते हैं मत्ती के सुसमाचार उसके 13वें अध्याय 9वें आयत पढ़ने के लिए समय नहीं, इसके लिए उस रेफरेंस को मैं कहता हूं. मत्ती के सुसमाचार उसके 13वें अध्याय उसके 9वें आयत में वहां पर पढ़ते हैं, he who has ear let him hear करके कहता है, जिन्हें कान है वे सुनने पाए करके यीशु कहता है. മത്തായി സുവിശേഷം 13ാം അധ്യായത്തിന്റെ 9ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യേശു തന്നെ പറയുകയാണ്, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നു. क्योंकि यीशु ने बहुत सारे आश्चर्य कार्यों को किया और लोगों के जिंदगी से परमेश्वर उम्मीद कर रहा है, लेकिन लोग उसे निग्लेक्ट करते हुए देखा. तब यीशु कहता है,
he who has ears let him hear करके कह रहा है. യേശു അനേക അത്ഭുതങ്ങൾ ഈ ജനത്തിനു വേണ്ടി ചെയ്തു കൊടുക്കുവാനിടയായി. എന്നിട്ട് ആമേൻ അവരിൽ നിന്ന് കർത്താവ് ഒരു പ്രതീക്ഷ വെക്കുകയാണ്. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നെങ്കിലും ആമേൻ എന്റെ വചനങ്ങൾക്കായി നിങ്ങൾ ചെവി ചായ്ക്കുക, ചെവിയുള്ളവൻ കേൾക്കട്ടെ. आमीन. यूहन्ना 10वें अध्याय उसके 27 में कहता है, मेरा भेड़ मेरी आवाज सुनता है, my sheep hear my voice करके यीशु खुद कहता है. യോഹന്നാന്റെ സുവിശേഷം 10:27 യേശു പറയുകയാണ്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. हालेलुया. मेरे भेड़ मेरी आवाज को सुनता है. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. उसका मतलब चरवाहा हमसे बातें करना चाह रहा है. ആടുകളുടെ ഇടയൻ ആടുകളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിന്റെ मेरा अच्छा चरवाहा हर एक पल मुझसे बातें करना चाहता എന്റെ है. നല്ല ഇടയൻ എന്നോട് സംസാരിക്കാൻ हालेलुया. लेकिन क्या हम सही प्रकार सुन पा रहा है? सुबह के वक्त हमें वचनों के सामने टटोल कर देखना बहुत जरूरी है. നാം ദൈവ ശബ്ദം കേൾക്കുന്നവരാണോ എന്ന് ഇന്ന് രാവിലെ സമയം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. हमें लूका के सुसमाचार उसके 6 अध्याय उसके 46 में कहता है, यीशु खुद पूछ रहा है, why do you call me Lord Lord and not do what I say? हालेलुया. हे परमेश्वर करके तुम पुकारते तो है, लेकिन जो मैं कहता हूं वो तो तुम करना नहीं चाहते हैं. യേശു തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 6:46 പറയുകയാണ്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? हालेलुया. परमेश्वर को हम पुकारते तो है, जब एक जरूरत पड़ता है हे परमेश्वर हे पिता करके हम पुकारते हैं, लेकिन काफी बार वो परमेश्वर हमसे जो कहता है उसे हम इग्नोर कर देते हैं. हम सुनने के लिए भी तैयार नहीं होते हैं, लेकिन उसने इसके लिए कहा है ताकि हम उसके कहना को मान ले. അവിടെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തോട് പറയുകയും കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ പലപ്പോഴും നമ്മൾ കേട്ട വചനത്തെ, അവൻ പറഞ്ഞ വചനത്തെ നമ്മൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. हालेलुया. क्या परमेश्वर ने हमारे लिए अद्भुत रास्ताओं को नहीं खोला है? ദൈവം നമുക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കാഞ്ഞിട്ടാണോ? इस्राएलियों की जिंदगी में हम देखते हैं, निर्गमन की किताब उसके 14 अध्याय में परमेश्वर ने लाल समुद्र को खोल कर दे दिया था. ഇസ്രായേലിന്റെ ജീവിതത്തിൽ പുറപ്പാട് 14 ആമേൻ ദൈവം ചെങ്കടൽ വിഭാഗിച്ചു കൊടുത്തു. आमीन. उसके 16वें अध्याय में हम पढ़ते हैं, उसने हर दिन मन्ना को उपलब्ध करते हुए दिया है. 16 अध्यायത്തിൽ വരുമ്പോൾ ദിനം പ്രതി അവർക്ക് മന്ന കർത്താവ് കഴിക്കാൻ കൊടുത്തു. उसके 17वें आयत में हम जब आते हैं, उसने उस चट्टान से पानी भी हमें खोल कर दिया. 17 അധ്യായത്തിലേക്ക് വരുമ്പോൾ പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ചു കൊടുത്തു. और उस 17वें अध्याय में अमालियों के सामने परमेश्वर ने इस्राएलियों को बहुत बड़ा एक विजय दिया है. അതേ അധ്യായത്തിൽ തന്നെ അമാലേക്യരുടെ മേലിൽ ഇസ്രായേലിന് ജയം കൊടുത്തതായി നമ്മൾ കാണുന്നു. लेकिन फिर भी उनका कंप्लेंट कभी भी कम नहीं हो रहा है. എന്നിട്ടും ഇവരുടെ പിറുപിറുപ്പ് മാറിയില്ല. फिर भी उनका मर्मरिंग डबल माइंडेडनेस वहां पर कम नहीं हो रहा है. അവരുടെ പിറുപിറുപ്പും ഇരുമനസ്സും എന്നിട്ടും മാറിയില്ല. हालेलुया. समझ में आ रहा है? समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലാവും? हालेलुया. प्रेज लॉर्ड. इतना कुछ परमेश्वर करने के बावजूद भी उनका मर्मरिंग कम नहीं हो रहा है. ഇത്രയും എല്ലാം അത്ഭുതങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടും പിറുപിറുപ്പിന് മാത്രം മാറ്റം വന്നില്ല. हालेलुया. एक बात तो सच है, अद्भुत कार्य कभी भी हमारे मर्मरिंग बदल नहीं सकता है. എന്തെല്ലാം അത്ഭുതങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും പിറുപിറുപ്പിന് മാറ്റം വരത്തില്ലെന്നുള്ളത് ഇതിന് തെളിവാണ്. हालेलुया. हमारे जिंदगी में कितना भी मिरेकल्स परमेश्वर करे, लेकिन हमारे अंदर का मर्मरिंग कम नहीं हो सकता है. എന്തെല്ലാം അത്ഭുതങ്ങൾ ജീവിതത്തിൽ ദൈവം ചെയ്തു തന്നാലും പിറുപിറുപ്പ് മാത്രം മാറുന്നില്ല. आज सुबह परमेश्वर ने शायद एक मिरेकल किया होगा, 2 घंटे के बाद में उसी परमेश्वर के खिलाफ हम शायद मरमर कर सकते हैं. ഇന്ന് രാവിലെ ദൈവം ഒരു അത്ഭുതം ചെയ്തു തന്നിട്ടും 2 മണിക്കൂർ കഴിയുമ്പോൾ അതേ ദൈവത്തിനെതിരെ പിറുപിറുക്കും. यदि मर्मरिंग खत्म होना है तो उसकी आवाज सुनना बहुत ഈ जरूरी है. പിറുപിറുപ്പ് മാറണമെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അനുസരിച്ചെങ്കിൽ മാത്രമേ മാറുകയുള്ളൂ. वो हमसे बातें करना चाहता है. അവൻ നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. हालेलुया. उसका वॉइस, उसकी आवाज हमारे जिंदगी के रवैया को बदल सकता है. അവന്റെ ശബ്ദം നമ്മുടെ ജീവിതത്തിന്റെ താല്പര്യങ്ങളെ തന്നെ മാറ്റും. हमारे हृदय कठोर ना करे. आज सुबह और एक बार पवित्र आत्मा हमारे हृदयों से बातें करना चाहता है कि हमारे हृदय कभी भी हम कठोर ना करे. ദൈവാത്മാവിനോട് ഇന്ന് രാവിലെ നമ്മൾക്ക് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാം, ഒരിക്കലും എന്റെ ഹൃദയം കഠിനമായി പോകുവാൻ ഇടയാകരുത്. हालेलुया। हमारे अंदर परमेश्वर जो बीज डाल रहा है वो एक पत्थर के ऊपर गिरने के समान ना होने पाए, बल्कि एक अच्छा जमीन पर, ताकि वो अच्छा फल को लाने पाए. നാം കേൾക്കുന്ന വചനം ഒരിക്കലും പാറയിൽ വീണ വിത്ത് പോലെയായി തീരാതെ നല്ല നിലത്ത് വീണ നല്ല ഫലം കായ്ക്കുന്ന വിത്തായി തീരുവാനിടയായി. परमेश्वर की आवाज हमारे अंदर से अच्छा फल बाहर लाने के लिए वो अच्छा बीज हमारे अंदर वो डाल रहा है. ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് നമ്മിൽ ഇടുന്നത് നല്ല ഫലം കായ്ക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ്. काफी बातें वहां से स्मरण दिलाने, लेकिन समय खत्म होने के कारण मैं वहां पर समाप्त करना चाहूंगा. ഇനിയും അനേകം കാര്യങ്ങൾ അവിടെ ഉണ്ട്, എന്നിലും ആമേൻ സമയം കഴിഞ്ഞതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. एक बार उस आयत को पढ़ेंगे. तीसरे अध्याय के 7वें आयत, बुक ऑफ हिब्रू चैप्टर 3 वर्सेस 7 एक बार और हम पढ़ेंगे. 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ മരുഭൂമിയിൽ വെച്ച പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. आज जिस प्रकार पवित्र आत्मा कहता है, वहां पर स्पष्ट तौर से लिखा गया है, जिस प्रकार पवित्र आत्मा कहता है, हालेलुया, आज जो आवाज हम सुनते हुए आवाज, हालेलुया, उसके सामने भी हमारे हृदय को हम कठोर ना करें. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് പറയുകയാണ്, അവന്റെ വചനം കേൾക്കുന്നെങ്കിൽ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുക. हम रिबेलियस हो जाते हैं कभी. നമ്മൾ മത്സരികളായി മാറുകയാണ്. प्रचार करने वाला मैं भी शायद रिबेलियस हो सकता है. പ്രസംഗിക്കുന്ന ഞാനും ചിലപ്പോൾ മത്സരിയായി മാറാറുണ്ട്. हम में से कोई भी उसके लिए इम्यून नहीं है. इसके लिए बड़े ध्यान से हमारे मसीह जिंदगी जीना जरूरी है. നമ്മൾക്കാർക്കും അതിന്റെ പ്രതിരോധ ശക്തിയില്ല. നമ്മൾ വളരെ ശ്രദ്ധയോടെ ജീവിച്ച് ജയിച്ചേ മതിയാകും. आज यदि हमें खड़ा है करके हमें लगता है तो ध्यान दे कि अगला पल हम गिर ना जाए. ഇന്ന് നമ്മൾ നിൽക്കുന്നുവെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ അടുത്ത നിമിഷം വീഴാതിരിപ്പാൻ നാം സൂക്ഷിക്കട്ടെ. इसके लिए हर पल हमारे जिंदगी को उसके वचनों के सामने टटोल कर देखना जरूरी है कि क्या मेरा हृदय परमेश्वर के सामने कठोर हो रहा है या नहीं, या उसकी आवाज हम सुनते हुए उसके वचनों के अनुसार हमारे जिंदगी को हम तैयार कर रहे हैं. ദിനം പ്രതി നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്ത് നോക്കണം. ദൈവവചനത്തിൽ നിലനിൽക്കുന്നുവോ, എന്റെ ഹൃദയം കഠിനമായി പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ശോധന ചെയ്യണം. क्योंकि 4वें अध्याय के पहले आयत में ऐसा लिखा गया है, परमेश्वर चाहता है हमें उस अच्छा विश्राम की ओर हमें प्रवेश करवाए. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം നിത്യതയിൽ ആനന്ദതയിൽ പ്രവേശിക്കണമെന്നാണ്. उस रस्ट वो हमें देना चाहता है. ആ സ്വസ്ഥതയിൽ നാം പ്രവേശിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. हालेलुया. लेकिन इस्राएली लोग 40 साल मरुभूमि में रहा, लेकिन उनके रबलियस नेचर के कारण मरुभूमि में उनका जिंदगी खत्म हो गया. ഇസ്രായേൽ 40 വർഷം മരുഭൂമിയിൽ കൂടെ വന്നിട്ട് അവരുടെ മത്സര നിമിത്തം, ആമേൻ, അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവർ സ്വസ്ഥതയിൽ പ്രവേശിച്ചു. मरुभूमि में खत्म होने के लिए नहीं बुलाया था, बल्कि परमेश्वर के विश्राम में प्रवेश करवाने के लिए परमेश्वर ने इतना दूर तक लेकर आया था. മരുഭൂമിയിൽ നശിച്ചു പോകാൻ വിളിച്ചുകൊണ്ട് വന്നതല്ല, ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പിക്കുവാൻ അവരെ കൊണ്ടുവന്നത്. इसके लिए बड़े ध्यान से हमारे मसीह जिंदगी को बिताने पाए. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കാം. आमीन. इस वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए. ऐसे अवसर और अनुमति दिया परमेश्वर की आदरणीय दासों को हृदय की गहराई से धन्यवाद देते. परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए. आपकी निरंतर प्रार्थनाओं को मांगते हैं. आपकी प्रार्थना हमारे लिए बहुत ही अनुग्रह का कारण है. प्रेज लॉर्ड. परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए. गॉड ब्लेस यू ऑल.